ഹലോ, ഐ ആം സീനുഷാൻ. വെൽക്കം ടു ദി വീഡിയോ. അപ്പോൾ 6 മന്ത് പ്രായമുള്ളൊരു കുഞ്ഞാവയ്ക്കുള്ള ഫ്രോക്കിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കട്ടിങ് എങ്ങനെയാണെന്ന് കണ്ടുനോക്കാം. ഓക്കെ, ഇതാണ് ക്ലോത്ത്. 2 മീറ്റർ ക്ലോത്താണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഡബിൾ ലെയർ ആയിട്ടുള്ള അംബ്രല്ല കട്ട് ഫ്രോക്കാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് കട്ടിങ് എങ്ങനെയാണെന്നൊന്ന് കണ്ടുനോക്കാം. സിമ്പിളായിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫുൾ ലെങ്ത്ത് 18 ഇഞ്ചാണ് എടുക്കുന്നത്. അതിൽ 8 ഇഞ്ച് യോക്ക് ലെങ്ത്തും ബാക്കി സ്കേർട്ട് ലെങ്ത്തുമാണ്. യോക്ക് ലെങ്ത്ത് നമ്മൾ അടയാളപ്പെടുത്തിയതിന് ശേഷം 8ൻ്റെ കൂടെ 1 ഇഞ്ച്, 8 + 1 9 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം അത് മടക്കിയിടാം കേട്ടോ. നേരെ താഴോട്ട് മടക്കിടാം. ഫോൾഡ് ഭാഗം നമ്മുടെ അടുത്തേക്കും നമ്മുടെ ഓപ്പോസിറ്റ് ഭാഗം ഓപ്പൺ സൈഡും ആണ് കേട്ടോ. മടക്കിയിട്ടതിന് ശേഷം ആദ്യം യോക്ക് ലെങ്ത്ത് + 1 ഇഞ്ച് നെക്ക്, അത് കഴിഞ്ഞാൽ നെക്കിൻ്റെ വീതി 2 ഇഞ്ച്, 4 ഇഞ്ചാണ് ഇതിൻ്റെ പകുതിയാണ് നമ്മൾ എടുക്കുന്നത്. അടുത്തത് ഷോൾഡർ 1.5 ഇഞ്ച്, അതിൽ കൂടെ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ്, അങ്ങനെ 2 ഇഞ്ച് കേട്ടോ. ടോട്ടൽ 4.5 ഇഞ്ചാണ് ഇവിടെ വരിക. അതിൻ്റെ താഴെ കൈക്കുഴി ആം ഹോള് 4 ഇഞ്ച് മതി. ചെറിയ ഉണ്ണികൾക്കൊക്കെ 4 ഇഞ്ച് മതി. അത് കഴിഞ്ഞാൽ ചെസ്റ്റ് വണ്ണം 22 ആണ്. അതിനെ 4 കൊണ്ട് നമ്മൾ ഹരിച്ച് കഴിഞ്ഞാൽ 5.5 കിട്ടും. + 1.5 ഇഞ്ച് സീം അലവൻസ് തയ്യൽ തുമ്പ്, അങ്ങനെ 7 ഇഞ്ചാണ് ചെസ്റ്റും യോക്കിൻ്റെ വിടുത്തും ചെസ്റ്റും ഒരുപോലെ തന്നെയാണ് കേട്ടോ. കാരണം ചെറിയ ഉണ്ണികൾക്ക് ഷേപ്പിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് കറക്റ്റ് അളവ് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. എന്നിട്ട് സ്കെയിൽ വെച്ച് വരച്ച് കൊടുക്കാം. 1 ഇഞ്ച് ഉള്ളിലോട്ട് വരച്ച് ഷേപ്പാക്കി കൊടുക്കാം കേട്ടോ. സെൻറ്റർ എടുത്തതിന് ശേഷം 1 ഇഞ്ച് ഉള്ളിലോട്ട് കൊടുത്ത് ഷേപ്പാക്കി കൊടുക്കാം. ഓക്കെ, തയ്യൽ തുമ്പ് കുറച്ച് ഇടുന്നുണ്ട്. ഉണ്ണികളൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തടി വയ്ക്കാനും കുറയാനൊക്കെ സാധ്യത ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ബാക്കിൽ വള്ളിയും പിന്നെ തയ്യൽ തുമ്പും നിർബന്ധമായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. 1 ഇഞ്ച് 1.5 ഇഞ്ചൊക്കെ തയ്യൽ തുമ്പ് അത്യാവശ്യമാണ്. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. താഴെ നിന്ന് കട്ട് ചെയ്ത് വന്ന് ഷേപ്പിൽ കൂടെ കട്ട് ചെയ്തിട്ട് ആം ഹോളിൻ്റെ അവിടെ നമുക്ക് 1 ഇഞ്ച് ഷേപ്പാക്കി കൊടുക്കാം കേട്ടോ. 1 ഇഞ്ച്, 1/4 ഇഞ്ച്, 1 ഇഞ്ചൊക്കെ നമുക്ക് ഷേപ്പാക്കി കൊടുക്കാം. അവിടുന്ന് ആം ഹോള്, അതായത് കൈക്കുഴി കട്ട് ചെയ്ത് എടുക്കാം. ഓക്കെ, അതിനുശേഷം മേലെ ഫോൾഡ് ഭാഗമാണ്. അതായത് മേലെ എപ്പോഴും നമ്മൾ കട്ട് ചെയ്യുമ്പോൾ മടക്ക് ഭാഗം മേലെ ആയിരിക്കും. അതിന് സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് യോക്ക് ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കി ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ബാക്കിലോട്ടും ഫ്രണ്ടിലോട്ടുള്ള ഭാഗം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കഴുത്ത് കട്ട് ചെയ്തെടുക്കാം. ഇത് ലൈനിങ് വേറെ വെക്കുന്നില്ല. ഇതിൽ നിന്ന് നമുക്ക് ലൈനിലുള്ള ക്ലോത്തും കിട്ടും. ഓക്കെ, അപ്പോൾ നല്ല സോഫ്റ്റുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് ഇതിൽ നിന്ന് തന്നെയാണ് കേട്ടോ ഞാൻ ലൈനിങ് വെക്കുന്നത്. സിമ്പിളാണ്, പെട്ടെന്ന് കഴിയുകയും ചെയ്യും. അതുമാത്രമല്ല ക്യാൻവാസ് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. കുഞ്ഞു അവയ്ക്കൊക്കെ ആകുമ്പോൾ ലൈനിങ് വെച്ച് മറിച്ച് അടിച്ചാൽ മതി. ക്യാൻവാസിനൊന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മളിനി കഴുത്ത് വെട്ടിയെടുക്കാം. ഫ്രണ്ട് കഴുത്ത് ഒരു 2.5 ഇഞ്ച് നീളം, വീതി ഒരു 2 ഇഞ്ചാണ്. 2 ഇഞ്ച് വീതി നമുക്ക് 1.5 ഇഞ്ചിലാട്ടോ കട്ട് ചെയ്ത് കൊടുക്കുക. 1/2 ഇഞ്ച് നമുക്ക് തയ്ച്ച് വരുമ്പോൾ കറക്റ്റ് ആയിരിക്കും. കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തത് ബാക്ക് നെക്ക് ഒരു 1/2 ഇഞ്ച് കുറവ്, ഫ്രണ്ട് നെക്കിനേക്കാളും 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് കുറവാണ് ബാക്ക്. അപ്പോൾ ഫ്രണ്ട് 2 ആണെങ്കിൽ ഞാൻ ബാക്ക് നെക്ക് 2 എടുത്തിട്ടുണ്ട്. പിന്നെ കഴുത്തിൻ്റെ വീതി എപ്പോഴും സെയിം ആയിരിക്കും കേട്ടോ. ഫ്രണ്ട് ഭാഗത്ത് എന്താണോ കഴുത്ത് അത് തന്നെയാണ് ബാക്കിൽ വേണ്ടത്. നീളത്തിൽ മാത്രമേ വ്യത്യാസം വരുള്ളൂ. അത് നന്നായി ശ്രദ്ധിക്കുക. അത് 1.5 ഇഞ്ച് എടുത്ത് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തയ്ച്ച് വരുമ്പോൾ 2 ഇഞ്ചാവും കേട്ടോ. ഓക്കെ, അപ്പോൾ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതേ അളവിൽ തന്നെ നമ്മൾ ഇതിന് വേറൊരു പീസും കൂടിയും കറക്റ്റ് അളവിൽ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. നമ്മൾ ലൈനിങ് ആയിട്ട് യൂസ് ചെയ്യാനാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ സെയിം ആ ക്ലോത്ത് തന്നെ വെച്ച് നമുക്ക് കട്ട് ചെയ്ത് യോക്ക് ഭാഗം വെച്ച് തന്നെ നമുക്കിതിൽ കട്ട് ചെയ്തെടുക്കാം. 2 പീസും ഒരുമിച്ച് കിട്ടും കേട്ടോ. 4 മടക്കായിട്ടാണ് മടക്കിയിരിക്കുന്നത്. അതുകൊണ്ട് രണ്ട് ഭാഗത്തേക്കുള്ള ലൈനിങ്ങും ഇതിൽ തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ കട്ടിങ് കഴിഞ്ഞു. യോക്കിൻ്റെ ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൈക്കുഴിയും നെക്കും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് കട്ട് ചെയ്യണം കേട്ടോ. ഒരുമിച്ച് കട്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇപ്പോഴും കഴുത്തിൻ്റെ കാര്യത്തിൽ
തെറ്റി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് മാറ്റി വെച്ചതിന് ശേഷം മാത്രം ബാക്ക് ഭാഗം കട്ട് ചെയ്തെടുക്കാം. പിന്നെ തെറ്റി പോകുന്ന ഉറപ്പുണ്ടെങ്കിൽ ചോക്ക് കൊണ്ട് ജസ്റ്റ് ഒരു FB അങ്ങനെ അടയാളപ്പെടുത്താം, ഫ്രണ്ടും ബാക്കും അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ. കട്ട് മാർക്കൊക്കെ ഉണ്ട്, അതൊന്നും ഇപ്പം ആവശ്യമില്ല. ഇപ്പം നമ്മൾ പഠിക്കുമ്പോൾ ജസ്റ്റ് മനസ്സിലാക്കി പഠിച്ചാൽ മതി. പിന്നെ ചെയ്യുമ്പോൾ നമുക്ക് കട്ട് മാർക്കൊക്കെ ഇട്ട് അതിൽ കൂടെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. യോക്കിൻ്റെ ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കഴുത്ത് കട്ട് ചെയ്തെടുത്തു, കൈക്കുഴി എടുത്തു. ഇനി എങ്ങനെയാണ് യോജിപ്പിക്കാൻ നോക്കാം. ഇത് ഫ്രണ്ട് ഭാഗമാണ്. അതിൻ്റെ നല്ല ഭാഗം വെച്ചു. അതിൻ്റെ മീതെ വീണ്ടും നല്ല ഭാഗങ്ങൾ ഉൾവശത്താക്കി വെക്കുക. ഓക്കെ, വെച്ചതിന് ശേഷം കഴുത്തിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്ക് ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് കൊടുത്തിട്ട് കൈക്കുഴിയുടെ ഭാഗവും അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. കൈക്കുഴിയും ഇങ്ങനെ തന്നെ വെച്ചിട്ട് തന്നെ കേട്ടോ നമ്മൾ ഫിനിഷിങ് കിട്ടാനാണ്. അപ്പോൾ തയ്യൽ തുമ്പൊക്കെ ഉള്ളിലോട്ട് പോകും, പുറമെ ഒന്നും കാണില്ല. അങ്ങനെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒരു 1/2 ഇഞ്ച് കൈക്കുഴിയുടെ ഭാഗത്തും 1/2 ഇഞ്ച് കഴുത്തിൻ്റെ ഭാഗത്തും സ്റ്റിച്ച് ചെയ്ത് ചെറിയ കട്ട് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് മറിച്ചെടുക്കാം. അങ്ങനെയാണ് ചെയ്യുക കേട്ടോ. 2 ഭാഗം. ബാക്ക് സൈഡിൽ സിബ് വരുന്നുണ്ട്, അതുകൊണ്ട് നമുക്കതൊന്ന് സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തിട്ട് സിബ് വെച്ചെടുക്കാം. സിബ് വെക്കുന്ന വീഡിയോ നമ്മൾ വേറെ ഒരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്, അത് നോക്കി നോക്കാം. അപ്പോൾ മനസ്സിലാവും സിബ് എങ്ങനെ വെക്കുക എന്നുള്ളത് സിമ്പിളായിട്ട്. ഇനി നമ്മൾക്ക് വേണ്ടത് സ്കേർട്ടിൻ്റെ ഭാഗമാണ് കേട്ടോ. ഓക്കെ, സ്കേർട്ട് എത്രയാണ്? നമുക്ക് 10 ഇഞ്ചാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ താഴെ ഒരു ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് 2 ഇഞ്ച് കുറവിൽ വെട്ടിയാൽ മതി കേട്ടോ. 8 ഇഞ്ചാണ് നമ്മൾക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഈ അറ്റത്ത് നിന്ന് മടക്കി ഇട്ടിട്ട് ഏറ്റവും മേലത്തെ ആ അറ്റത്ത് നിന്ന് താഴോട്ട് അരവണ്ണത്തിൻ്റെ 4 ഭാഗം പ്ലസ് 1/2 ഇഞ്ച് ഇറക്കണം. ഓക്കെ, അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ അളക്കുമ്പോൾ നമുക്ക് 22 ആണ് അരവണ്ണം. അതായത് യോക്കിൻ്റെ ഭാഗട്ടോ, യോക്ക് എവിടെയാണ് അവസാനിക്കുന്നത് അവിടെയാണ് നമ്മൾ വണ്ണം എടുക്കുന്നത്. അതിൻ്റെ 4 ഭാഗം ആകുമ്പോൾ 5.5 പ്ലസ് 1.5. ഓക്കെ, 7 ഇഞ്ചാണ് നമ്മൾക്ക് മേലിന് താഴെ വരെ 7 ഇഞ്ച് അടയാളപ്പെടുത്തുക. അത് ഒറ്റയടിക്ക് അടയാളപ്പെടുത്തരുത്, ഒരു ഭാഗത്ത് നിന്ന് ഒരു ഭാഗത്തേക്ക് അങ്ങനെ ഇങ്ങനെ ഷേപ്പാക്കിയിട്ട് വേണം അടയാളപ്പെടുത്താൻ കേട്ടോ. ടേപ്പ് വെച്ച് അതേപോലെ തന്നെ താഴോട്ട് 8 ഇഞ്ച് എടുത്തു. ഇങ്ങനെ ഷേപ്പ് വരക്കാം. എവിടെയാണോ ടേപ്പ് വെക്കുന്നത് അതിൻ്റെ കറക്റ്റ് നീളത്തിലാണ് താഴെയായിട്ട് ടേപ്പ് വെക്കേണ്ടത് കേട്ടോ. സെൻറ്ററിൽ വെച്ചാൽ സെൻറ്ററിൽ തന്നെ, ഇവിടെ വെക്കുമ്പോൾ ഇവിടെ, പിന്നെ ഫോൾഡ് ഭാഗത്ത്, പിന്നെ സെൻറ്ററിൽ. ഇങ്ങനെ ഒരിക്കലും വെക്കാൻ പാടില്ല, അപ്പോൾ അളവ് തെന്നിപ്പോവും. നേരെ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ ടേപ്പ് വെക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അംബ്രല്ല കട്ട് സ്കേർട്ട് ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക. ഓക്കെ, ഇത് നമ്മൾക്കിങ്ങനെ ഷേപ്പ് വരച്ചു കൊടുക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം എങ്ങനെയാണെന്ന്. സിമ്പിളാണ്, അടിച്ച് ചെയ്യാൻ നല്ല ഭംഗിയുണ്ടാവും. വലിയവർക്കാണെങ്കിലും ഇങ്ങനെ തന്നെ, പക്ഷെ ജോയിൻറ്റ് വരും, അത്രേ വ്യത്യാസമുള്ളൂ കേട്ടോ. കുട്ടികൾക്കാകുമ്പോൾ അത്ര ജോയിൻറ്റ് വരില്ല. ജോയിൻറ്റ് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പമാണ്, ഞാൻ പറഞ്ഞുതരാം ഒരു ക്ലാസ്സിൽ. കണ്ടോ, നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല രസമില്ലേ കാണാൻ? അപ്പോൾ അടിക്കാൻ എളുപ്പമാണ്, സിമ്പിളാണ്. കട്ടിങ്ങിൻ്റെ കാര്യത്തിലൊന്നും ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ താഴെ ലേസ് വെച്ച് കൊടുക്കുന്നത് കൊണ്ടാണ് കുറച്ചും കൂടി ലെങ്ത്ത് കുറവ് തോന്നുന്നത്. ഇനി ഇത് രണ്ടും കൂടി നമ്മൾ യോജിപ്പിക്കും. ഓക്കെ, സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണെന്ന് സിമ്പിളായിട്ട്. ഇതാണ് കേട്ടോ ലഭിക്കുന്ന ലേസ്. താഴെ ഭാഗത്തും സ്ലീവിൻ്റെ ഭാഗത്തും നമ്മൾ ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ലേസ് 2 ഇഞ്ച് മതി, ഇത്തിരി വീതിയുണ്ട്, കട്ട് ചെയ്ത് നമ്മൾ 2 ഇഞ്ചാക്കും. ഓക്കെ, ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഡബിളായിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. സ്കേർട്ട് ഒരു ചെറിയ പീസ് കൂടി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു 6 ഇഞ്ച് ലെങ്ത്തിൽ. ആദ്യം 8 ഇഞ്ച് ലെങ്ത്താണ്, ടോട്ടൽ 10 ഇഞ്ചായിരിക്കും. ഇത് അതിൻ്റെ മേലെ വെക്കാനായിട്ടോ 6 ഇഞ്ചിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ എങ്ങനെയാണ് വെക്കാമെന്നൊന്ന് നോക്കാം. ഇങ്ങനെയാണ് വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ താഴെ ലേസ് വെച്ച് കൊടുക്കും. ലേസ് നെറ്റിൻ്റെ ഒരു ക്ലോത്താണ്, നമ്മൾ ലേസ് പോലത്തെ, അത് ഒന്ന് പ്ലീറ്റ് ഇട്ട് കൊടുക്കുക ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത് ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ നമുക്ക് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ഓക്കെ, ബൈ.